ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലിന് ആകെ വയറുവേദനിക്കുക. ഈശ്വര, അവൾ പണി പറ്റിച്ചു എന്നാ തോന്നുന്നേ. എന്തൊരു വയറുവേദന! ആ യാമിനി അവൾ മനഃപൂർവ്വം എനിക്ക് തന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ വേഗം കക്കൂസക്കകത്തേക്ക് ഓടുക. അത് കണ്ട യാമിനിയും രൂപ ഇരുന്ന് ഭയങ്കര ചിരിയാണ്. അപ്പോൾ രൂപ, നീ എന്താ യാമിനി അതിൽ കലക്കിയത്? വേറെ എന്ത്? വിമ്മ് പൊടി. അവനെ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം അത്ര പോരാ, എന്നിട്ടും അത് വെട്ടി വിഴുങ്ങും. അപ്പം പിന്നെ ഞാൻ വിമ്മ് പൊടിയെങ്കിലും കലക്കി കൊടുക്കണ്ടേ മാഡം? ആ, സാരില്ല, അവനത് കൊടുത്തത് നല്ലത് തന്നെയാണ്. ഇവനൊക്കെ വിമ്മല്ല, വിഷമാ കലക്കി കൊടുക്കേണ്ടത്, വിഷം എന്ന് പറയുക. എന്നിട്ട് ചന്ദ്രേട്ടൻ എവിടെ യാമിനി? ആ സാറേ, ദേ ആ മുറിക്കകത്തുണ്ട് മാഡം. ആ എന്നാലേ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ദേ അയാൾ പുറത്തേക്ക് ഇറങ്ങാതെ ഒന്ന് നോക്കിക്കൊള്ളാം. ശരി മാഡം, മാഡം പേടിക്കൊന്നും വേണ്ട, മാഡം അങ്ങോട്ട് ചെല്ല്, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് യാമിനെ അങ്ങോട്ട് രാഹുൽ ബാത്റൂമിൽ പോയി ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോവുക. ഈ സമയം രൂപ പെട്ടെന്ന് തന്നെ സേനൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ CS ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. എന്താ രൂപ ഇത്? ഞാൻ ആകെ പെട്ടുപോയൊരവസ്ഥയായല്ലോ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ്റെ നെഞ്ചും കൂടെ അടിച്ചു തകർക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, താൻ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ മറഞ്ഞു നിൽക്കുന്നത്. സത്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എൻ്റെ ഭാര്യയുടെ വീടാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറയാം, താൻ ഇങ്ങനെ എന്നെ ഇട്ട് ടെൻഷൻ അടുപ്പിക്കല്ലേ ചന്ദ്രേട്ട. ഒന്ന് ക്ഷമിക്ക് ചന്ദ്രേട്ട. എന്ത് ചെയ്യാനാ, എനിക്ക് അയാളെ പേടിച്ചേ പറ്റൂ. കാരണം അയാൾ ഇതൊക്കെ അറിഞ്ഞാൽ എൻ്റെ മക്കളും നിങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ചന്ദ്രേട്ട. ഒരു വീട്ടിനകത്ത് അകപ്പെട്ടു പോയ എലിയുടെ അവസ്ഥയായിപ്പോയി എനിക്ക്. എല്ലാവരും വന്നു, ഞാൻ മാത്രം പെട്ടുപോയി. കല്യാണിമോള് പോയി പോകുന്നതിന് മുമ്പ് ആ രാക്ഷസനിട്ട് 2 പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അതെന്താ, അവനെന്തായാലും പറഞ്ഞോ? പറയാതിരിക്കോ? എന്തിനാ ഈ വീട്ടിലേക്ക് വരുന്നത്? ഇവിടേക്ക് വരുന്നത് രൂപയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കല്യാണി മോള് പറഞ്ഞു, ഇതെൻ്റെ അമ്മയുടെ വീട്, ഞങ്ങൾ കാണാൻ വരും. അത് പറയാൻ നിങ്ങളാരാന്ന്? അപ്പം അവൻ അടിക്കാനായിട്ട് കയ്യോങ്ങി. പിന്നെ മോള് പറഞ്ഞ മറുപടി, അവൻ്റെ കൈ പിന്നെ പൊങ്ങിയില്ല, നാവ് ചലിച്ചുമില്ല എന്നും. ഇത് കേട്ടതും അല്ലെങ്കിലും മോള് മിടിക്കുക. സംസാരശേഷി ഇല്ലാത്തപ്പോഴേ അവനെ എതിർത്ത് നിൽക്കാൻ മോൾക്ക് നല്ല ധൈര്യമായിരുന്നു. പിന്നെയാ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആലോചിക്കുക. ചന്ദ്രേട്ടൻ ഇവിടെ ഇരിക്കേ, എന്തായാലും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. വേണ്ടടോ, ഞാൻ പോവുക. ഇനി നമുക്ക് തമ്മിൽ കാണണമെങ്കിൽ താൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ഇനി ഇങ്ങോട്ടേക്ക് ഞാനില്ല. അങ്ങനെ പറയില്ല ചന്ദ്രേട്ടാ. ദേ അങ്ങനെ വരാതിരുന്ന എനിക്ക് സങ്കടമാവുമേ. എടോ, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ദേ തൻ്റെ ആങ്ങളെയും അയാളുടെ മോളും ഭാര്യയൊക്കെ കണ്ട് പിടിക്കപ്പെടില്ലേ? അത് പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, താനാണ് പേടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരട്ടെ. വേണ്ടടോ, ഞാൻ പോവുക. അത് പറ്റില്ല. ഞാൻ ഇത്രയും സാധനങ്ങൾ ചന്ദ്രേട്ടന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വായ പോലും കഴിക്കാതെ പോകുന്നത് ശരിയല്ല ചന്ദ്രേട്ടൻ നിൽക്ക്, ഞാൻ കഴിക്കാനെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് പോവുക. ഈ സമയം രൂപ കഴിക്കാനെടുത്ത് വരുന്നതും കാത്തുകൊണ്ട് സേരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈശ്വര, എൻ്റെ രൂപ പാപം, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇവൻ്റെ ഇടയിൽ കിടന്ന്. ഇവൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവനെ കൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പിന്നെ എന്ത് ചെയ്യാനാ? രൂപ പറഞ്ഞതുകൊണ്ട് സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കക്കൂസിൽ നിന്നും രാഹുൽ ഇറങ്ങിയതും രാഹുൽ ചോദിക്കുക, എൻ്റെ രൂപയെ ആ യാമിനി പണി പറ്റിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്കിഷ്ടമുള്ള കറിയിൽ അവൾ എന്തോ കലക്കിയിട്ടുണ്ട്, അതാ ഞാൻ കൂടുതൽ കഴിച്ചത്. സാമ്പാർ കഴിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ വന്നത്. എന്താണെങ്കിലും അവളെ ഇന്ന് ഞാൻ ശരിയാക്കും. വേണ്ട ഏട്ടാ, ആ സാമ്പാർ ഞാനും കൂടെ കഴിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ യാമിനി അതൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് അവളെ നല്ല വിശ്വാസമാണ്. ഒരിക്കലും അവളങ്ങനെ ചെയ്യില്ല. ഇത് ഏട്ടൻ വയററിയാതെ കഴിച്ചിട്ടാ. പതിവിനേക്കാളും കൂടുതൽ കഴിച്ചു എന്ന് ഏട്ടൻ തന്നെ എന്നോട് പറഞ്ഞില്ലേ? അത് ശരിയാ, പക്ഷെ ഇതുപോലെ എനിക്ക് വന്നിട്ടില്ല. ഹോട്ടലുകളിൽ കയറിയാലും ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണല്ലോ രൂപേ, എന്നിട്ടും ഒരു കുഴപ്പം വന്നിട്ടില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല ഏട്ടാ. എപ്പോഴാണ് ചിലപ്പോൾ വയറിന് പിടിക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഏട്ടാ. എടാ ദുഷ്ട, നിന്റെ വയറല്ല, നിന്റെ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകണം എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിക്കുക. നീ എന്താ രൂപ ആലോചിക്കുന്നേ? ഒന്നുമില്ല രാഹുലേട്ടാ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു, ഈ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ. എൻ്റെ രൂപേ, പ്രോപ്പർട്ടിയൊക്കെ എത്രയും പെട്ടെന്ന് വിൽക്കണം, പക്ഷേ അതിന് തടസ്സം അവനാണ്, ആ സേനൻ. അതുകൊണ്ട് അവനെ കൊല്ലണം. അവനെ കൊന്നു കഴിഞ്ഞാൽ രൂപേ, നിൻ്റെ മക്കൾ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് തന്നെ വരും. അവൻ വന്നതുകൊണ്ടാണല്ലോ കിരണും സോണിയൊക്കെ നിന്നിൽ നിന്നും അകന്നു പോയത്. നിനക്ക് ആഗ്രഹമില്ലേ രൂപേ അവൻ നിൻ്റെ അടുത്തേക്ക് വരണമെന്ന്, അവരെല്ലാവരും ഒരുമിച്ച് നിന്നോടൊപ്പം ജീവിക്കണമെന്ന്? അതൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ചന്ദ്രേട്ടനെ കൊന്നാലൊന്നും
ഒരിക്കലും അവർ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടതും രാഹുൽ വീണ്ടും ഞെട്ടി. നീ എന്താ പറഞ്ഞ രൂപേ? എന്താ? അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞേ ചന്ദ്ര? അയ്യോ, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നതാ വായിൽ. ഇല്ല രൂപേ, ഞാനും സരിയും ഷാരിയും ഇവിടെ നിന്ന് പോയതിന് ശേഷം നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പറ, അവൻ വന്ന് നിന്നെ കണ്ടോ? എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? നിന്റെ മനസ്സ് മാറ്റുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ രൂപേ. ഏയ് ഇല്ല രാഹുലേട്ടാ, എന്നോട് അവനൊന്നും പറഞ്ഞിട്ടില്ല. അതുമല്ല, എന്നെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നാലും ഞാൻ അവരെ ആട്ടി വിടുകയല്ല ചെയ്യുന്നേ. പിന്നെ എങ്ങനെയാ അവരെന്നെ കാണാൻ വരുന്നത്? അതൊന്നുമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ തോന്നുന്നതാ, അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് വിളിച്ചു പോകുന്നതാ. മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ അവിടെ വിഷയം മാറ്റുക. അപ്പോൾ രാഹുൽ, ശരി, നീ എന്തായാലും എത്രയും പെട്ടെന്ന് ആ പ്രോപ്പർട്ടി വിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം നമുക്ക് എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് പോകാം. മനുമോനോടൊപ്പം അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അത് തയ്യാറായോ രാഹുലേട്ടാ? വിസയൊക്കെ റെഡിയായോ? പിന്നെ അമേരിക്കയ്ക്ക് അവനിക്ക് അമേരിക്ക പോയിട്ട് ജപ്പാൻ പോലും അറിയില്ല രൂപേ. ജപ്പാൻ പോലും അറിയില്ലെന്നോ? അമേരിക്കയിൽ കമ്പനി ഉണ്ട് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നല്ലോ. ജപ്പാനിലും കൊറിയയിലും ബിസിനസ്സുണ്ട്, സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ്, പാർട്ട്ണർഷിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും. എന്താ ഏട്ടനെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നേ? അതെ രൂപേ, അതൊരു വലിയ ചതിയായിരുന്നു. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. അതൊന്നും നീ എന്നോട് പറയണ്ട. എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മോള് ചെയ്ത തെറ്റിനെ അവൾ അനുഭവിക്കും. നിന്റെ മോള് മാത്രമല്ല, നീ ചെയ്ത തെറ്റും അവൾ തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഭാഗ്യം എൻ്റെ മോന് അവളെ കിട്ടാതിരുന്നത്. ഞാൻ എൻ്റെ ഇതുകൊണ്ട് അവളെങ്ങനെ എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതായേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിക്കുക. നീ എന്താ രൂപേ കൂടെ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, പ്രോപ്പർട്ടിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തായാലും പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് വിൽക്കാൻ നോക്ക്. അതിനുശേഷം കാശൊക്കെ ആയിട്ട് നമുക്ക് ഈ നാട് വിടണം. അതല്ലാതെ ഇവിടെ നിൽക്കാനൊന്നും എനിക്ക് മനസ്സില്ല രൂപേ. എങ്ങോട്ട് പോകാനായിട്ടാ? എങ്ങോട്ടെങ്കിലും പോയി തൊലയാം. ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലതാ. ശരി ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ, ചേട്ടൻ വിശ്രമിക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഞാനും കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് രൂപ മുറിയിലേക്ക് പോവുകയാണ്. CS-നുള്ള ഭക്ഷണം കൊണ്ടാണ് രൂപ മുറിയിലേക്ക് പോകുന്നത്. എന്നിട്ട് CS-ന് വാരി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ CS, എന്നായാലും ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി രൂപേ. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തൊരു കഷ്ടമായത്. ആദ്യം കല്യാണി മോള്, അതിന് പിന്നാലെ രാഹുൽ, പിന്നാലെ പ്രകാശൻ, ഓരോരുത്തരായിട്ട് വന്നു കയറിക്കൊണ്ടിരിക്കുമല്ലേ. സത്യമായിട്ടും രാഹുൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രേട്ടാ. അവനെ എവിടെയോ ടൂറ് പോയിരിക്കുകയാണ്. ഇപ്പോഴെങ്ങും വരില്ല എന്നാണ് കരുതിയത്. ഓർക്കപ്പുറത്ത് വന്നപ്പോൾ ഞാൻ പോലും പേടിച്ചു പോയി. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ടിക്കാനുള്ള വഴിയൊക്കെ യാമിനി ചെയ്യുന്നുണ്ട്. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിമ്മ് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവൻ കക്കൂസ് കയറി ഇറങ്ങുക. അധികമൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല. വയറുവേനെടുത്ത് കിടക്കുക. എൻ്റെ ചന്ദ്രേട്ടൻ കഴിക്കുക, സമാധാനത്തോടെ കഴിക്കുക. ചന്ദ്രേട്ടന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവനും കഴിച്ചതിൻ്റെ പേരില്ല അവന് വയറ്റിളക്കം പിടിച്ചത്. അവന് ഞാൻ അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതായ വിഷം കലക്കി കൊടുക്കും, വിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ രൂപ ഇങ്ങനെ നിൽക്കുക. രൂപേ വേണ്ട, എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. താനും എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം. അങ്ങനെ എന്തെങ്കിലും അവന് സംഭവിച്ച അതിൻ്റെ പേരിൽ നമ്മൾ പോലീസ് പിടിയിലായ പിന്നെ തനിക്ക് എന്നെയും കാണാൻ പറ്റില്ലടോ. ഇത്രയും വർഷം നമ്മൾ അതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? തെറ്റുകളെല്ലാം ചെയ്യാത്ത എന്നെ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നതേ ഉള്ളൂ താൻ. അപ്പോഴത്തേക്കും വീണ്ടും അവനെ കൊന്ന് ജയിലിലേക്ക് പോകാനാണോ തൻ്റെ തീരുമാനം? അല്ല രാഹുൽ ചന്ദ്രേട്ടാ, എനിക്ക് വയ്യ. ഇവനെ കൊണ്ടൊക്കെ എനിക്ക് മതിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളെയും എന്നെയും നിങ്ങളെയും ഒക്കെ എന്നിൽ നിന്നും പിരിച്ചവനവൻ. അങ്ങനെയുള്ളപ്പോൾ അവനെ എനിക്ക് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവനെ കാണുമ്പോൾ എൻ്റെ കൈ ധരിച്ചു വരിക. മനസ്സിൽ തീ. അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള തീ. അവനെ ദൈവം എടുത്തോളും രൂപേ. അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. താൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. ഈ സമയം ഓഫീസിലാണ് കാണിക്കുന്നത്. കല്യാണി ഓഫീസിലെത്തിയത് കിരൺ. എന്തായി കല്യാണി, അമ്മയെ കണ്ടു കിരണേട്ടാ? അമ്മ നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഞാനവിടെ ചെന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായി. എന്താ കല്യാണി? രാഹുൽ എന്ന് പറയുന്ന ബഗാസുരൻ വന്നു. അയ്യോ, എന്നിട്ട് നിന്നെ കണ്ടോ? ആദ്യം കണ്ടില്ലായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് ഓർത്തത് മൊബൈൽ എടുത്തില്ലാന്ന്. മൊബൈൽ എടുക്കാൻ വേണ്ടി തിരിച്ചു ചെന്നപ്പോൾ അവനെന്നെ കണ്ടിട്ട് അവൻ എന്നോട് ഈ വീടിൻ്റെ പഠിച്ചവിട്ടരുതെന്നും ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വരാതിരിക്കും, അത് പറയാൻ നിങ്ങൾ ആരുമല്ലാന്ന്. അപ്പം അവൻ എന്നെ തല്ലാൻ വരുക. അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം കയറി. എന്നെ തൊട്ട
തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ലോക്കപ്പിലിടാൻ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല, ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എൻ്റെ കൈക്ക് നല്ല തഴമ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുടെ നാവ് ചലനം നിന്നു, കയ്യോങ്ങലും നിന്നു. അതെന്തായാലും നന്നായി കല്യാണി, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ അങ്ങളുടെ മുഖത്ത് നോക്കി നീ 5-6 വർത്താനം പറയണം, എന്നാൽ മാത്രമേ അവൻ പിന്നെ നിന്നെ ചൊറിയാൻ വരാതിരിക്കൂ. അത് കിരണേട്ടൻ പറഞ്ഞത് ശരിയാ. ഇതൊക്കെ അങ്കിളിനോട് ഞാൻ പറയുമ്പോൾ അമ്മ എൻ്റെ പിന്നിൽ നിന്ന് അങ്കിളുടെ പിന്നിൽ നിന്ന് ചിരിക്കുമായിരുന്നു എന്നെ നോക്കി. കാരണം അമ്മയ്ക്ക് പറയാൻ പറ്റാത്തതാണല്ലോ ഞാൻ പറഞ്ഞത് മുഴുവനും. കല്യാണി, എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം അച്ഛൻ നമ്മളെ വിളിക്കുന്നില്ല, അമ്മയും വിളിക്കുന്നില്ല. അവർക്ക് 2 പേർക്കും ഭയങ്കര ബിസി. ഈ അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം ഇനി അച്ഛൻ അമ്മയെ കണ്ടുപിടിച്ചോ? അൺനോൺ നമ്പറുകാരി അമ്മയാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയോ? ഇനി അച്ഛനും അമ്മയും തമ്മിൽ നമ്മളറിയാതെ കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതിരുന്നില്ല കിരണേട്ടാ. പിന്നെ വീട്ടിൽ പോയപ്പോൾ ആ സംശയം എനിക്ക് പൂർത്തിയായി. കാരണം അച്ഛൻ അവിടെ വന്നതുപോലെയും അച്ഛൻ അടിക്കുന്ന സെൻറ്റിൻ്റെ മണം എനിക്ക് വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നി. ആണോ? അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ അച്ഛൻ വന്നിട്ടുണ്ടാവും. പിന്നെ അമ്മയുടെ മുഖത്ത് എന്നൊന്നില്ലാത്തൊരു സന്തോഷവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ചെല്ലുമ്പോൾ 2 പ്ലേറ്റിൽ ചോറ് വിളമ്പി വെച്ചിരിക്കുമായിരുന്നു. ചോദിച്ചപ്പോൾ യാമിന ചേച്ചി പറഞ്ഞത് യാമിന ചേച്ചിക്ക് വിളമ്പി വെച്ചാന്നാ. പക്ഷേ എനിക്കതത്ര വിശ്വാസം പോരാ കിരണേട്ടാ. അച്ഛനും അമ്മയും തമ്മിൽ കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ അവരെ പറ്റിച്ചില്ലേ, അതുപോലെ അച്ഛൻ നമ്മളെയും പറ്റിക്കുകയായിരിക്കും എന്നൊക്കെ പറയുക. എന്തായാലും കുഴപ്പമില്ല കല്യാണി, അച്ഛനും അമ്മയും തമ്മിൽ കണ്ടോട്ടെ. അവർ തമ്മിൽ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ചാൽ മതി, അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പറയാണ്. അപ്പോൾ കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ്. മൂങ്ങയ്ക്ക് നല്ല മുറിയൊക്കെ കിട്ടി. ഏതാണ്ട് സോണിയുടെ വീട്ടിൽ താമസിച്ചതിനേക്കാളും വലിയ മുറി. അപ്പോൾ മൂങ്ങ ഭയങ്കര സന്തോഷത്തിൽ കിടക്കുക. ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനൊരു മുറി കിട്ടിയത്. ആ സോണിയുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഒരു വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു. പക്ഷെ ഇവിടെ ശരണ്യമോള് നല്ല സ്നേഹമാണ്. മോളുടെ സ്നേഹം ഇനിയും അനുഭവിക്കണം, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ കിടക്കാൻ പോകുമ്പോഴത്തേക്കും കഥകിൽ ആരും മുട്ടുക. കഥകിൽ മുട്ടുന്നതുകൊണ്ട് നമ്മുടെ മൂങ്ങ പോയി കഥക് തുറക്കുക. കഥക് തുറന്നപ്പോൾ അതാ വെള്ള സാരി ഉടുത്ത് താഴത്തോട്ട് നോക്കിയാൽ ഒരു യക്ഷി, മുഖത്തേക്ക് നോക്കിയ പിശാച്. അത് കണ്ടത് മൂങ്ങ ആരാ എന്നും ചോദിക്കുക. അപ്പോൾ ഒച്ചത്തിൽ പൊട്ടിച്ചിരി കേട്ടതും എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കിടക്കുന്നു താഴെ. ബോധം കെട്ട് വീണു മൂങ്ങ ബോധം കെട്ട് വീണത് കണ്ടതും നമ്മുടെ ശരണ്യ നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മരുമകളൊരു പ്രാന്തിയും പ്രേതബാധ കൂടിയ പെണ്ണുമാണെന്ന് പ്രകാശനും മൂങ്ങയും തിരിച്ചറിഞ്ഞ വിക്രത്തിൻ്റെ കാര്യം അധോഗതി. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എപ്പിസോഡ് വന്നാലുടനെ എത്തിക്കുന്നതായിരിക്കും. അടിപൊളി വിശേഷമാണ്, ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.